അത് ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്ത് മുങ്ങിയ ഒരു പ്രതിയാണ് ആള്. പിടികിട്ടാപ്പുള്ളി ആയപ്പോൾ ലുക്കൌട്ട് പോസ്റ്റർ പുറത്തിറക്കിയിരിക്കുകയാണ് ബ്രിട്ടീഷ് പോലീസ്. ഈ ലുക്കൌട്ട് പോസ്റ്ററിൽ പോലീസ് ക്രിമിനലിനെ തിരിച്ചറിയാനുള്ള പ്രത്യേകതകളൊക്കെ വിവരിച്ചിട്ടുണ്ട്. അതിൽ നെറ്റ് കയറിയിരിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം എന്നുള്ളത് ഒരു വിവരണമുണ്ട്. ഈ കഷണ്ടി പരാമർശിച്ച് ശരിക്കും ഈ പ്രതിക്ക് അത്ര പിടിച്ചിട്ടില്ല. ഇയാൾ ഒളിവിലിരുന്നു കൊണ്ട് തന്നെ ഫേസ്ബുക്കിൽ പോലീസ് പോസ്റ്റിന് താഴെ കമന്റ് ചെയ്ത്, ശരിക്കും ഈ കമന്റ് കണ്ടിപ്പോൾ ലോകം ചിരിച്ചു മറിയുകയാണ്. എന്താണ് ആ കമന്റ് എന്ന് രഞ്ജുഷ രാമകൃഷ്ണനായിരിക്കും നമുക്ക് പറഞ്ഞു തരിക. രഞ്ജുഷ, കഷണ്ടിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ ഫീൽ ആയിട്ടുണ്ടാകും, അതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു കമന്റ് വന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ കമന്റ് ഇത്രത്തോളം ലോകം ചിരിച്ചു മറിയാനുള്ള ഒരു കാരണം എന്താണ്? പൂജ, ഈ ഒരു സംഭവം നടക്കുന്നത് UK ഈ ഒരു നിരവധി ക്രിമിനൽ കേസുകളെല്ലാം പ്രതിയായിട്ടുള്ള ഡാനിയൽ കെലവെ കുറേ കാലമായിട്ട് ഇങ്ങനെ ഒളിവിൽ കഴിയുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കണ്ടുകിട്ടുന്നതിനായിട്ട് പോലീസ് ലുക്കൗട്ട് നോട്ടീസ് ഇറക്കുകയാണ്. അപ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ട് ഒരു ലുക്കൗട്ട് നോട്ടീസ് ഇറക്കുമ്പോൾ പ്രതികളെക്കുറിച്ച് ചില ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ നൽകും. അപ്പോൾ അതിൽ വെളുത്ത നിറമാണ്, അതുപോലെ തന്നെ ബ്രൗൺ കളർ കണ്ണാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മുടി കുറച്ച് കയറിയിട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്റർ കണ്ട പ്രതിക്ക് ഇതങ്ങ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, തൻ്റെ മുടി കയറിയിട്ടാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതോടുകൂടി ഈ പ്രതി ഈ ഒരു പോസ്റ്ററിന് അടിയിൽ വന്ന് തൻ്റെ മുടിയെ പരാമർശിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞ് കമൻ്റ് ഇടുകയാണ്. മാത്രമല്ല, തൻ്റെ ഈ ഒരു കഷണ്ടി മാറ്റാൻ വേണ്ടിയിട്ട് താൻ തുർക്കിയിലേക്ക് പോവുകയാണ്, ഇനി അവിടെ വെച്ച് പിടികൂടാം എന്ന തരത്തിലുള്ള ഒരു കമൻ്റ് ഇടുകയാണ്. മാത്രമല്ല, ഈ ഒരു പോസ്റ്ററിൽ അദ്ദേഹത്തിൻ്റെ ഒരു വയസ്സ് കൊടുത്തിരുന്നത് 29 വയസ്സാണ്. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വീണ്ടും വന്ന് കമൻ്റ് ഇടുകയാണ്. തൻ്റെ വയസ്സിൽ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ വയസ്സും മാറ്റണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം രണ്ടാമതും വന്ന് കമൻ്റ് ഇടുകയാണ്. എന്തായാലും ഒളിവിൽ പോയിട്ടുള്ള ഈ ഒരു പ്രതിക്ക് വേണ്ടി പോലീസ് എന്തായാലും വളരെ ഊർജിതമായിട്ടുള്ള തിരച്ചിൽ തന്നെയാണ് നടത്തുന്നത്. പോലീസ് പുറയിലുണ്ടാകും, അതിൽ മാറ്റമൊന്നും ഉണ്ടാവത്തില്ല.